ഈ വിശാലമായ ഭൂമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുക. മനോഹരമായ ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ അസ്വസ്ഥമായ ചിന്തകളോടെ കണ്ണീരണിഞ്ഞിരിക്കുന്ന ഏറെ മുഖങ്ങളുണ്ട്. ആത്മീയവും ശാരീരികവും മാനസികവുമായ തകർച്ചകളിൽ പെട്ടുഴലുന്നവർ. ഒരു നോക്കുകൊണ്ടോ സ്പർശം കൊണ്ടോ ഒരിറ്റ് കാരുണ്യം അഭിലഷിക്കുന്നവർ. അതെ, ഇന്ന് ഈ ലോകത്തിൽ കരുണയുടെ നീർച്ചാലുകൾ ഇനിയുമേറെ രൂപം കൊള്ളേണ്ടതുണ്ട്. ദൈവത്തിന്റെ അനന്തമായ കരുണയുടെ വറ്റാത്ത അരുവികളായി നാം മാറേണ്ടതുണ്ട്. കാരുണ്യമേറിയ കണ്ണുകളോടെ പിതാവായ ദൈവം ഇതാ തന്റെ മക്കളെ വീക്ഷിക്കുന്നു. ആത്മീയവും ഭൗതികവുമായ അസ്വസ്ഥതകൾ ഒരുവനെ മാനസിക പ്രതിസന്ധികളിലേക്ക് നയിക്കാം. ഇന്ന് പല വിധത്തിലും മനോബലം നഷ്ടപ്പെടുന്ന അനേക മനുഷ്യമക്കളുണ്ട്. ഒരുപക്ഷേ മനഃശാസ്ത്രത്തിന്റെ നിരീക്ഷണത്തിൽ പൂർണ്ണമായ തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് വിധി എഴുതപ്പെട്ട നിരപരാധികളായ അനേകായിരങ്ങൾ. എക്കാലത്തും ഈ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുകയും ഇരുട്ടിലടയ്ക്കപ്പെടുകയും ചെയ്യുന്ന ഇവർ നമ്മുടെ കരുണ ഏറ്റവുമധികം അർഹിക്കുന്നവരാണ്. നിരുപാധികം പകരപ്പെടുന്ന സ്നേഹത്തിനും കാരുണ്യത്തിനും മാത്രമേ ഇവരെ സാന്ത്വനിപ്പിക്കുവാൻ കഴിയൂ. മാനസിക ആരോഗ്യരംഗത്ത് 1/4 നൂറ്റാണ്ടിലേറെയായി സ്തുത്യർഹമായി മുന്നേറുന്ന ഒരു വ്യത്യസ്തമായ സ്ഥാപനം വയനാട്ടിലെ വാഴവറ്റയിലുണ്ട്. ജ്യോതി നിവാസ്. ഇതൊരു സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററാണ്. കരുണയുടെ നീർച്ചാലായി ദൈവം രൂപപ്പെടുത്തിയ ഈ ഭവനത്തിന്റെ ആരംഭം മുതൽ ഇന്നോളമുള്ള വഴികളിലെല്ലാം തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദൈവിക ഭാവമുണ്ട്. കരുണയുടെ ദിവ്യപ്രഭ ഈ ഭവനത്തിൽ എന്നും നിവസിക്കുന്നു. ജ്യോതി നിവാസിന്റെ ചരിത്രം ആ സ്ഥാപനത്തിന്റെ എല്ലാമായ പള്ളിത്താഴത്ത് ജോണിയുടെ ജീവചരിത്രം തന്നെയാണ്. ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായി തന്റെ കരുണയുടെ കരങ്ങളായി ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന വിശ്വസ്തനായ ഒരു ശുശ്രൂഷകന്റെ ജീവചരിത്രം. കണ്ണൂർ ജില്ലയിൽ പേരാവൂർ പള്ളിത്താഴത്ത് അഗസ്തിയുടെയും അന്നയുടെയും 11 മക്കളിൽ രണ്ടാമനായ ജോണി ചെറുപ്പത്തിൽ തന്നെ തന്റെ ജീവിതത്തിൽ ലക്ഷ്യമായി തിരിച്ചറിഞ്ഞിരുന്നത് അനാഥർക്കും പുറന്തള്ളപ്പെട്ടവർക്കും അത്താണിയായി തീരുക എന്നതായിരുന്നു. എൻ്റെ ബാല്യകാല അഭിലാഷമായിരുന്നൊരു ജീവകാരുണ്യ പ്രവർത്തകൻ ആകുക എന്നുള്ളത്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ മദർ തെരേസയിൽ സ്ഥാപിതമായ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സേവന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചു. ബംഗാൾ, ബീഹാർ, ഒറീസ, മറ്റിതര സംസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം എനിക്കുണ്ടായി. അങ്ങനെ പ്രവർത്തിച്ചിരിക്കെ വയനാട് ജില്ലയിലെ ഗോത്രവർഗക്കാരുടെ ജീവിത ശൈലിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഒരു പഠനം നടത്തുന്നതിനുമായിട്ട് ഞാൻ 1989 ബത്തേരിയിൽ എത്തുകയും ബത്തേരിക്കടുത്ത് പഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുവാനും ഇടയായി. ഒരു പതിറ്റാണ്ടിനടുത്ത് മദർ തെരേസയ്ക്കൊപ്പം സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷം ജോണി കേരളത്തിലേക്ക് തിരികെ എത്തിയത് വയനാട്ടിലെ ഗോത്രവർഗക്കാരെക്കുറിച്ച് പഠിക്കുക എന്ന ലക്ഷ്യവുമായാണ്. എന്നാൽ ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു.
വയനാട് ജില്ലയിലെ അതിർത്തി പ്രദേശത്ത് കുറച്ചുകാലം ചെലവഴിച്ച അദ്ദേഹം അന്യദേശക്കാരായ അനേകം മാനസിക രോഗികൾ അതിർത്തി കടന്ന് വയനാട്ടിലേക്ക് എത്തിപ്പെടുന്നത് ശ്രദ്ധിച്ചു. ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുവാൻ ഇറങ്ങിത്തിരിച്ചത് ആ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി. ഓരോ ദിവസവും അലഞ്ഞു തിരിയുന്ന മാനസിക രോഗികൾ ഈ ചെക്ക് പോസ്റ്റിൽ വന്നു ചേരുകയും വന്നടിയുകയായിരുന്നു. 2-3 പേർ ഓരോ ദിവസവും ഉണ്ടാകും. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഈ പ്രാകൃതരായ അലഞ്ഞു തിരിയുന്ന രോഗികൾ അവിടെ എത്തിപ്പെടുന്നതിനെക്കുറിച്ച് ഞാൻ ഒരു അന്വേഷണം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കർണാടക, തമിഴ്നാട്, ആന്ധ്ര, ഒറീസ എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെ ഗ്രാമീണരിലുള്ള ഒരു വിശ്വാസം മാനസിക രോഗം വരുന്നത് ചൂട് മൂലമാണെന്നും ചൂട് അത് കൂടുതൽ തണുപ്പ് ഉണ്ടാകുമ്പോൾ ചൂട് മാറി രോഗം മാറി തിരിച്ച് നാട്ടിലെത്തുമെന്നുമുള്ള ഗ്രാമീണരുടെ അന്ധമായ വിശ്വാസമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇങ്ങനെ വരുന്ന രോഗികളെ സംബന്ധിച്ച് അവർ അക്രമകാരികളല്ലെന്നും അവർക്ക് ചികിത്സയും പരിചരണവും ലഭ്യമായാൽ മാറ്റം വരുമെന്നുമുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പഞ്ചായത്ത് തലത്തിൽ വിവിധ സഭാ മേലധികാരികളുമായിട്ടൊക്കെ ചർച്ച നടത്തി. വളരെയേറെ സോഷ്യൽ വർക്കേഴ്സുമായിട്ട് ചർച്ച നടത്തി. അങ്ങനെ ഒരു രൂപരേഖ തയ്യാറാക്കുകയായിരുന്നു ഇത്തരം ആൾക്കാർക്ക് ഒരു അഭയകേന്ദ്രം സ്ഥാപിക്കുക എന്നുള്ളത്. ആശ്രയമില്ലാതെ തെരുവിലലയുന്ന ഒട്ടേറെ മാനസിക രോഗികളിൽ ക്രിസ്തുവിൻ്റെ മുഖം ദർശിച്ചപ്പോൾ അവർക്കായി എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ച് ജോണി ചിന്തിച്ചു തുടങ്ങി. അത്തരക്കാർക്ക് യോജിച്ച ഭവനങ്ങൾ അക്കാലത്ത് വയനാട്ടിലെവിടെയും സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല. അതിനാൽ അവർക്കാശ്രയമാകുവാൻ അദ്ദേഹം മനസ്സുകൊണ്ടുറച്ചു. വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ അദ്ദേഹത്തെ ആവശ്യമായ പരിശീലനങ്ങൾ നൽകി വഴി നടത്തിയിരുന്ന ദൈവം തുടർന്നും വേണ്ടതെല്ലാം ഒരുക്കിക്കൊണ്ടിരുന്നു. വയനാട് ജില്ലയിലെ മറ്റൊരു ദേശത്താണ് ദൈവനിശ്ചിതമായ ആ വലിയ പദ്ധതിക്കായി ഇടമൊരുക്കപ്പെട്ടത്. കൽപ്പറ്റയ്ക്കടുത്തുള്ള വാഴവറ്റയായിരുന്നു ആ സ്ഥലം. ഈ വാഴവറ്റയിൽ ഇത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമുണ്ട്. തികച്ചും യാദൃശ്ചികമായിട്ട് ഞാൻ ബത്തേരി പഴൂരിൽ താമസിച്ച കാലത്ത് തികച്ചും യാദൃശ്ചികമായിട്ടാണ് വാഴവറ്റ പള്ളി വികാരിയായിരുന്ന തോമസ് ചേറ്റാനച്ചനെ കണ്ടുമുട്ടുന്നത്. മാനന്തവാടിയിൽ വെച്ചാണ് അച്ഛനെ കണ്ടതും അച്ഛൻ എന്നോട് യുവജനങ്ങൾക്കൊരു ക്ലാസ് എടുക്കുവാൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ വാഴവറ്റയിൽ ആദ്യം വരുന്നത്. വാഴവറ്റയിൽ ഞാൻ വരുമ്പോൾ 100-130 യുവതി യുവാക്കൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് ഞാൻ അന്നെടുത്ത ക്ലാസ്സിലൂടെ ഇവർക്ക് കിട്ടിയ വലിയ ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യം ഇന്നും ഞാൻ അനുഭവിക്കുകയാണ്. ഈ ക്ലാസ് എടുത്ത അതേ കെട്ടിടം തന്നെയാണ് ഈ ജ്യോതിനിവാസ് ആരംഭിക്കുവാൻ കാരണമായത്. അച്ഛൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, ജോണിയുടെ പ്ലാൻ എന്താണ്, എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എൻ്റെ ആഗ്രഹം ഞാൻ അച്ഛനെ അറിയിക്കുകയും അച്ഛൻ പറഞ്ഞവിടെ ഈ കെട്ടിടം ഫ്രീ ആയി കിടക്കുന്നതാണ്, കമ്മിറ്റിയിൽ ഇത് ഒരു കത്ത് കൊടുക്കുക, അത് കമ്മിറ്റി പാസ്സാക്കുകയാണെങ്കിൽ അതൊരു ഗുണം ചെയ്യും. അങ്ങനെ കമ്മിറ്റിക്ക് നൽകിയ അപേക്ഷ പരിഗണിച്ച് ആണ് ഇവിടെ ഇതേ കെട്ടിടം ഞങ്ങൾക്ക് പ്രവർത്തനം ജ്യോതിനിവാസ് ആരംഭിക്കുവാൻ ഞങ്ങൾക്ക് വിട്ടു നൽകിയതും 8 വർഷം ആ കെട്ടിടത്തിൽ ഞങ്ങൾ താമസിക്കുകയും ചെയ്തു. ജോണിയുടെ പ്രായം, പരിചയം, പക്വത ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഒരു പ്രസ്ഥാനം തുടങ്ങുവാൻ മാത്രമുള്ള പക്വതയോ പ്രായമോ ഒന്നും ജോണിക്കുണ്ടായിരുന്നില്ല. എന്നാൽ വളരെ അതിശയകരമായിട്ട്, അത്ഭുതകരമായിട്ട് എന്ന പോലെ ജനങ്ങളിൽ നിന്നുള്ള സഹകരണമുണ്ടായി. ഇടവകയിൽ നിന്നുള്ള സഹകരണവും മറ്റ് പുറം നാട്ടുകളിൽ നിന്നുള്ള സഹകരണം ഉണ്ടായതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് ഞാൻ അനുസ്മരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് വന്ന വർഷങ്ങളിലൊക്കെയും വളരെ ശ്രദ്ധേയമായ ഒരു മാറ്റവും പ്രവർത്തനവും ജ്യോതി നിവാസിലൂടെ നടത്തുവാൻ സാധിച്ചു എന്നറിയുന്നു. വളരെ പ്രത്യേകമായും ഗവൺമെൻറ് തലങ്ങളിൽ, ജില്ലാ തലങ്ങളിൽ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം സ്തുത്യർഹമായ സേവനം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം മുതൽ
നോക്കിക്കാണുവാനായിട്ട്, വളർച്ച കാണുവാനായിട്ട്, ഇന്നോളം അതിൻ്റെ വളർച്ചയിൽ പങ്കുകാരനാകുവാനായിട്ട് സാധിച്ചതിലുള്ള എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. ആയിരത്തി 1990 ഒക്ടോബർ 20 ഔദ്യോഗികമായിട്ട് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. അന്നത്തെ ഫൊറോന വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോസ് കുളിരിയാനച്ചൻ സ്ഥാപനം വെഞ്ചരിക്കുകയും അന്നത്തെ മുട്ടിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീ NK റഷീദ് അവർകൾ അത് ഉദ്ഘാടനം ചെയ്യുകയും വാർഡ് മെമ്പർമാരുടെയും അടുത്തുള്ള ഇടവക വികാരിമാരുടെയുമൊക്കെ ആശംസകളോടെ പ്രവർത്തനം ആരംഭിച്ച അന്ന് 5 അന്തേവാസികളെ അവിടെ പാർപ്പിക്കുവാൻ സാധിച്ചു. 1990 ജ്യോതി നിവാസ് വാഴവറ്റയിൽ സ്ഥാപിക്കപ്പെട്ടതു മുതൽ ആ ദേശവാസികളെല്ലാം ജോണിയെയും ആ ഭവനത്തിലെ അന്തേവാസികളെയും തങ്ങളുടെ ഹൃദയത്തോട് ചേർത്തുവെച്ചു. അത്ഭുതകരമായി തന്നെ അനേക യുവജനങ്ങൾ അദ്ദേഹത്തോട് ചേർന്നു നിന്നു. തങ്ങളെ ഇരുകയും നീട്ടി സ്വീകരിച്ച ആ മനുഷ്യർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ചില പദ്ധതികളും പിൽക്കാലത്ത് ജ്യോതി നിവാസിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെടുകയുണ്ടായി. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ഈ സ്ഥാപനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ജോണിച്ചേട്ടൻ ഈ സ്ഥാപനം തുടങ്ങാൻ ഇവിടെ വന്ന കാലം മുതലേ ജോണിച്ചേട്ടനുമായിട്ടുള്ള ബന്ധം ഈ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാൻ എന്നെ അനുവദിക്കുന്നില്ല. അതിൻ്റെ കാരണം ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നത് ഇത്രയും നല്ലൊരു സ്ഥാപനം ഞാൻ വേറെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിൽ ഞാൻ ഇപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്നത് അമ്പലവേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുന്ന് ആഴ്ചയിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യമോ അല്ലെങ്കിൽ ഇവിടെ ആവശ്യമുള്ള എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ച് ഞാൻ വരികയും ജോണിച്ചേട്ടനുമായിട്ട് സഹകരിച്ച് ഈ സ്ഥാപനത്തിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുകയാണ്. ഈ കിടപ്പ് രോഗികളെയൊക്കെ ശുശ്രൂഷിക്കേണ്ടി വന്നത് ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടപ്പോൾ ജനങ്ങൾ വലിയ അത്ഭുതത്തോടെ അത് ഇതിൻ്റെ പ്രസ്ഥാനത്തെ അവർ തോളിലേറ്റിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭക്ഷണവും മറ്റ് വസ്തുവകകളുമൊക്കെ നൽകുവാൻ ഓരോ കുടുംബവും, വാഴവറ്റ പ്രദേശത്തുള്ള ഓരോ കുടുംബവും ഈ സ്ഥാപനത്തിന് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സഹായിച്ചിട്ടുള്ളവരാണ്. ഒരു കുടുംബം പോലും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. അതിനുശേഷം 98 ഞങ്ങൾ ഒരു ആൻറ്റി സ്റ്റിഗ്മ അവെയർനെസ് പ്രോഗ്രാം എന്ന നിലയിൽ DPEP സമ്പ്രദായം കേരളത്തിൽ ഉടലെടുത്തപ്പോൾ ഈ പ്രദേശത്തുള്ള കുറച്ച് മാതാപിതാക്കൾ ഇവിടെ വരികയും അവർ എന്നോട് ഒരു നഴ്സറി സ്കൂൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു LKG UKG നഴ്സറി സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഞങ്ങളുടെ നഴ്സറിയിൽ എല്ലാ വർഷവും ആവറേജ് 50-നും 60-നും ഇടയിൽ കുട്ടികൾ പഠിച്ച് ഇവിടുന്ന് കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ 18 വർഷം കൊണ്ട് 1500-ലധികം കുട്ടികൾ ഇവിടെ നിന്ന് പോയതായിട്ടാണ് റെക്കോർഡ്. എല്ലാ കുട്ടികൾക്കും ഇവിടെ കൊടുക്കുന്നത് ആ കുട്ടികളുടെ ജീവിതത്തിൽ മുഴുവനും ജ്യോതി നിവാസ് അവർക്കൊരു മൂല്യാധിഷ്ഠിത കേന്ദ്രമായിട്ട് ആ കുട്ടികൾക്ക് തോന്നിയിട്ടുണ്ട്, കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും. എക്കാലവും പക്വതയാർന്ന ആത്മീയ ബോധ്യങ്ങളുമായാണ് ജോണിയെ ദൈവം വളർത്തിയത്. ജ്യോതി നിവാസ് ആരംഭിക്കുന്ന കാലത്ത് കേവലം 32 വയസ്സു മാത്രമുണ്ടായിരുന്ന അദ്ദേഹം തൻ്റെ സവിശേഷമായ തിരിച്ചറിവുകളുടെ ബലത്തിലാണ് ആദ്യകാലത്ത് മുന്നേറിയത്. സാമ്പത്തികവും ഭൗതികവുമായ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായി ചിലവഴിക്കുക എന്നത് ഒരു ശൈലിയാക്കി മാറ്റിയപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ പ്രചോദനം ലഭിക്കുന്നത് ആത്മീയ പ്രചോദനമാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാന്ത്വനവും സമാധാനവുമുണ്ട്. എന്നാൽ അതിനെ മറികടക്കുന്നത് സാമ്പത്തികമായ പ്രതിസന്ധികളായിരിക്കും. ഓരോ ദിവസവും ആവശ്യത്തിൽ അധികം രൂപ ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാകുക. ഈ കാലഘട്ടത്തിലൊക്കെ പ്രാർത്ഥന നമുക്കൊരാശ്രയമായി. പ്രാർത്ഥനയിലൂടെയാണ് അനേകം ആൾക്കാരുടെ സഹായം നമുക്ക് ലഭ്യമായത്. കാരണം വീട് വീടാന്തരം കയറി ഇറങ്ങിയ ഒരു കാലഘട്ടത്തിൽ
ഓരോ ദിവസത്തെയും ആവശ്യങ്ങൾ മാത്രമേ എനിക്ക് നിറവേറ്റാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഒരു 93-94 കാലഘട്ടത്തിൽ പെട്ടെന്ന് എനിക്ക് ഒരു ബോധ്യമുണ്ടായി. ഇത്രയും കാലം വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ടും ഓരോ ദിവസത്തെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ ബൈബിൾ വായിച്ചിരിക്കെ ബൈബിളിൽ നിന്ന് മറ്റൊരു ബോധ്യം കിട്ടി. തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുകയാണ്: ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന ഇടത്തേക്ക് വിദൂരത്ത് നിന്നും അനേകം ജനതകൾ സ്വർഗത്തിൻ്റെ രാജാവിന് കാഴ്ചകളുമായി വരും. അതെനിക്ക് പുതിയൊരു ബോധ്യം തന്നു. കാരണം അഗതികൾ, അനാഥർ, തിരസ്കൃത വിഭാഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണെന്ന്, പ്രതിരൂപമാണെന്നും സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരെല്ലാം എത്രമാത്രം ആദരിക്കപ്പെടണം എന്നുള്ളതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അത് ഒരു ചലഞ്ചായിട്ട് എടുത്തുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്നതിൽ എനിക്കുണ്ടാകുന്ന വീഴ്ചകളെ കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും അത് എത്രമാത്രം സുതാര്യമാക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചുമായി എൻ്റെ ചിന്തയും പ്രാർത്ഥനകളും. ചില അടയാളങ്ങളിലൂടെ കർത്താവ് എനിക്ക് ചില ബോധ്യങ്ങൾ തന്നു. ഞാൻ ഉച്ചസമയത്ത് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും എന്നെ വന്ന് വീട്ടിലേക്ക് വിളിച്ച് വീട്ടിലെത്തുമ്പോൾ വന്നിരിക്കുന്ന ആൾ ഞങ്ങൾക്ക് നൽകുന്ന സംഭാവന, ആ സംഭാവനയ്ക്ക് സമൃദ്ധി ഉണ്ടായിരുന്നു. പോയി ഒരാളോട് സംഭാവന ചോദിക്കുമ്പോൾ അതൃപ്തിയോടെ നൽകുകയും അതൃപ്തിയോടെ നൽകുന്ന സംഭാവനയ്ക്ക് അത് സമൃദ്ധി ഇല്ലാതാകുകയുമാണ്. എന്നാൽ വിളിച്ച് അന്വേഷിച്ച് വന്ന് മനസ്സുകൊണ്ട് തുറന്ന മനസ്സോടെ നമുക്ക് നൽകുന്നതിനൊക്കെ സമൃദ്ധിയുണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. അതിനുശേഷം ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ പോയിട്ട് എനിക്ക് ഇന്നതുപോലെ ചെയ്തു തരുമോ, ഇന്നതുപോലെ സഹായിക്കുമോ എന്ന് ചോദിച്ചിട്ടില്ല. മറിച്ച് ദൈവത്തോട് മാത്രമാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ആ ദിവസത്തിൻ്റെ ആവശ്യങ്ങൾ ഇന്നതാണെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് നിമിഷങ്ങൾക്കകം സാധ്യമാക്കുന്ന ഒരു ദൈവാനുഭവത്തിലേക്ക് എനിക്ക് കടന്നു വരുവാൻ കഴിഞ്ഞു. കാരുണ്യത്തിൻ്റെ പ്രവൃത്തി ആ സ്ഥാപനത്തിൽ മാത്രമല്ല, മറ്റുള്ളവരിലും കാരുണ്യത്തോടെ പെരുമാറുവാനും കാരുണ്യത്തോടെ അവരെ സമീപിക്കുവാനുമുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ജോണിക്കുണ്ട്. എന്നെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. തൻ്റെ ഇല്ലായ്മയിൽ തനിക്കുള്ളതിൻ്റെ ഒരു ഓഹരി എല്ലാ വർഷവും ഈ പള്ളിയിൽ ജോണി കൊണ്ടുവന്ന് തരും. അത് വേണ്ട ജോണി ചേട്ടാ എന്ന് പറഞ്ഞാൽ ജോണി സമ്മതിക്കുകയില്ല. ദൈവത്തിന് കൊടുത്താലേ എനിക്കും ദൈവം തരികയുള്ളൂ എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ആണ് ജോണി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായ വിശ്വാസവും ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ജോണി മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായിട്ട് പറയുവാനായിട്ട് സാധിക്കും. ആരംഭകാലം മുതൽ തന്നെ അറിയുന്ന ഏറെ വൈദികരും സന്യസ്തരും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിരുന്നു എങ്കിലും അന്ന് ബത്തേരി രൂപത അധ്യക്ഷനായിരുന്ന സിറിൽ മാർ ബെസേലിയോസ് പിതാവും തുടർന്നു വന്ന ഗീവർഗീസ് മാർ ദിവന്നാസിയോസ് പിതാവും തനിക്ക് ഏറ്റവും അധികം ശക്തി പകർന്നവരാണെന്ന് ജോണി സ്മരിക്കുന്നു. എന്നെ ഈ പ്രാർത്ഥനയിലേക്കും പരിത്യാഗത്തിലേക്കും നയിക്കുവാൻ അത്ഭുതകരമായ രീതിയിൽ ബത്തേരി രൂപതയുടെ തിരുമേനിയായിരുന്ന ഗീവർഗീസ് മാർ ദിവന്നാസിയോസ് പിതാവ് കാരണമായി. എൻ്റെ കഷ്ടതയുടെ കാലത്ത് ഒരു ദിവസം സാന്ത്വനത്തിനായിട്ട് പിതാവിനെ സമീപിച്ചപ്പോൾ പിതാവ് എന്നെ കൂട്ടിച്ചേർത്ത് പിതാവിനോടൊപ്പം നിർത്തി. പിതാവ് സാന്ത്വനത്തിൻ്റെ വചനങ്ങളും ദൈവവചനങ്ങളും നൽകി, നല്ല ഉപദേശം നൽകി, നല്ല കൂട്ടുകാരനായി, നല്ല ആത്മീയ ഗുരുവായി ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിതാവിൻ്റെ ഇടപെടൽ എനിക്ക് നൽകിയ നേട്ടം അത് സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും വളരെ ഏറെയാണ്. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസമടക്കമുള്ള ചെലവ് വഹിക്കുവാൻ തിരുമേനി ശ്രദ്ധ കാണിച്ചു. പള്ളിത്താഴത്ത് ജോണിയുടെ ജീവിത വഴികളിൽ ഏറ്റവും വിസ്മയനീയമായ ഒന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. ഭാര്യ ഗ്രേസിയും 2 പെൺമക്കളും അടങ്ങുന്ന ആ കുടുംബം ജ്യോതി നിവാസ് എന്ന വലിയ ഭവനത്തിൻ്റെ ഭാഗമാണ്. വിവാഹശേഷവും സാധുക്കളായ അന്തേവാസികൾക്കൊപ്പം ജീവിതം തുടർന്ന ജോണി കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ ആ സ്നേഹഭവനത്തിലെ എല്ലാ അംഗങ്ങളെയും സ്വന്തം കുടുംബാംഗങ്ങളായി കാണുവാൻ അവരെ പരിശീലിപ്പിച്ചു.
കുഞ്ഞുങ്ങളടക്കമുള്ള തൻ്റെ കുടുംബത്തിൻ്റെ സഹവാസം രോഗികളായവർക്കേറെ ഗുണം ചെയ്തുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. 1993 ആണ് ഞാൻ വിവാഹിതനാകുന്നത്. വയനാട് ജില്ലയിൽ നടവേൽ എന്ന സ്ഥലത്ത് സെൻറ് ആൻസ് ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന ഗ്രേസിയാണ് വധുവായിട്ട് ഞാൻ സ്വീകരിച്ചത്. 95 ഞങ്ങൾക്ക് മൂത്ത മകളുണ്ടായി. കുഞ്ഞിൻ്റെ ജനനത്തോടെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കുട്ടികൾ ഇത്തരം രോഗികളെ അവരുടെ രോഗത്തിന് ഏറെ റിലീഫ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലായി. വിവാഹിതനായതോടെ ഞങ്ങളുടെ പ്രവർത്തനം ഒരു കുടുംബാന്തരീക്ഷം ഇത്തരം രോഗികൾക്ക് നൽകാൻ കഴിഞ്ഞാൽ അതിലുള്ള വ്യത്യാസങ്ങൾ വിലയിരുത്തുവാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അത് വളരെ ഫലപ്രദമായിട്ട് ഞങ്ങൾക്ക് തോന്നി. 1994 ജനുവരി ആദ്യ വാരത്തോടുകൂടി ഞാനും ജ്യോതിനിവാസിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു. നീണ്ട വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഏകദേശം 450ഓളം മക്കളെ പുനരധിവസിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. പ്രത്യേകമായി ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം സജ്ജീകരിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം. കുടുംബത്തിൽ മക്കളും മാതാപിതാക്കളും പരസ്പരം സഹകരിച്ചും പങ്കുവച്ചും ജീവിക്കുന്നത് പോലെ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും, അതായത് ഈ 480 മക്കളെയും സ്വന്തം മക്കളെ എന്ന പോലെ വളർത്തുവാനും സഹായിക്കുവാനും സാധിച്ചു. സാധാരണഗതിയിൽ മാനസിക വൈകല്യം ബാധിച്ചവരെ വീടുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും തിരുത്തപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നതിന് ശേഷം നമ്മുടെ മക്കളോടൊന്നിച്ചുള്ള ആ ജീവിതത്തിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ കാണുവാൻ സാധിച്ചു. മക്കൾക്കും മക്കളോട് ചേർന്ന് ഉള്ള നമ്മുടെ എടുക്കപ്പെട്ട മക്കൾക്കും അതൊരു വലിയ അനുഭവമായിരുന്നു. സ്വന്തം മക്കളെ പോലെ തന്നെ അവരും ഞങ്ങളുടെ മക്കളെ നോക്കുകയും ഞങ്ങളുടെ മക്കൾ സ്വന്തം കാരണന്മാരെ പോലെ തന്നെ അവരെ ശുശ്രൂഷിക്കുകയും അവർക്കൊരു മിഠായി കിട്ടിയാൽ പോലും അവരത് സൂക്ഷിച്ച് വെച്ച് ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കുകയും മക്കളും അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. കുടുംബാന്തരീക്ഷത്തിലുള്ള പുനരധിവാസം, മാനസിക രോഗ പുനരധിവാസം വളരെയേറെ ഫലപ്രദമായ ഒരു നടപടിയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒത്തിരിയേറെ മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 25 കൊല്ലമായി വാഴവറ്റയിൽ പ്രവർത്തിക്കുന്ന ജോണിയുടെ ഗ്രേസിയുടെയും സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ജ്യോതി നിവാസുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. കഴിഞ്ഞ 2 കൊല്ലമായി അതിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയാണ്. നാട്ടുകാരുടെ സഹകരണവും സഹായവും എല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അക്ഷീണമായ പ്രവർത്തനം ഇതിനെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തൻ്റെ ഭാര്യയും തൻ്റെ 2 കുഞ്ഞുമക്കളും അവരോടൊത്ത് താമസിച്ച് അവരോടുകൂടി ജീവിക്കുന്ന ഒരു സേവന രീതി ഇത് കേരളത്തിൽ മറ്റൊരിടത്തും ഉണ്ടായിരിക്കാൻ വഴിയില്ല. ലോകത്തിൽ തന്നെ ഒരു പ്രത്യേക മാതൃകയായി ശ്രീ ജോണി ബ്രദർ ഇങ്ങനെ പ്രവർത്തിക്കുന്നു. ഇദ്ദേഹത്തിനോട് കൂടി പ്രവർത്തിക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അന്തേവാസികൾക്ക് ഏറ്റവും ശാസ്ത്രീയമായ പരിശീലന മുറകളാണ് ജ്യോതി നിവാസിൽ ഒരുക്കിയിരിക്കുന്നത്. ചെറിയ ചില തൊഴിലുകളിലൂടെയും മാനസിക ഉല്ലാസത്തിലൂടെയും അവരെ സ്വാഭാവിക ജീവിത ശൈലിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഭാവിയിലേക്ക് ആവശ്യമുള്ള പരിശീലനവും ഇവർ നൽകുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ രോഗിയുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നു. രോഗിയെ ചികിത്സിക്കുന്നതോടൊപ്പം രോഗിയുടെ വീട്ടുകാരെ ഞങ്ങൾ ബോധവൽക്കരിക്കപ്പെടുന്ന ഒരു പരിശീലന പരിപാടി കൂടി ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് അത് നിശ്ചിത ടൈം എത്തുമ്പോഴേക്കും ദീർഘകാല ചികിത്സയും പരിചരണവും ആവശ്യമായി വരുന്ന ഈ രോഗികൾക്ക് ഞങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി മിഷനുമായി ബന്ധപ്പെട്ട് ഇവർക്കൊരു ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഇവരുടെ അവകാശങ്ങൾ വീട്ടുകാരെ വിളിച്ചു വരുത്തി ഏത് പ്രദേശത്തുള്ള ഏത് പഞ്ചായത്തിൽ പെടുന്നു ആ പഞ്ചായത്തിൽ ഇവർക്ക് പെൻഷന് വേണ്ടിയുള്ള അപേക്ഷ കൊടുപ്പിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്യിക്കുക. അങ്ങനെ അതാത് പ്രദേശത്ത് അതാത് വീടുകളിൽ തന്നെ നിർത്തുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഇവർക്ക് പെൻഷനും ഒരു തൊഴിലുമൊക്കെ ലഭ്യമാകുമ്പോൾ കുടുംബങ്ങളിൽ നിന്ന് അകന്നു പോകാത്ത വിധം കുടുംബക്കാരും ഇവരെ ഉൾക്കൊള്ളുന്നതായിട്ട് ഞങ്ങളുടെ പഠനങ്ങളും
ഞങ്ങളുടെ പ്രവൃത്തികളും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 200ഓളം രോഗികൾ വീടുകളിൽ കഴിയുന്നുണ്ട് വയനാട് ജില്ലയിൽ തന്നെ. ഞങ്ങളുമായിട്ട് പലപ്പോഴും ബന്ധപ്പെടുന്നവരാണ്. അത് ഒരു വലിയ വളർച്ചയും വലിയ ഒരു നേട്ടവുമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. ജ്യോതി നിവാസിന്റെ കഴിഞ്ഞ 26 വർഷങ്ങൾക്കിടയിൽ സഹായഹസ്തവുമായി എത്തിയ അനേകരുണ്ട്. റോട്ടറി ക്ലബ്ബ് പോലുള്ള സംഘടനകളും ചില സർക്കാർ സ്ഥാപനങ്ങളും വിവിധ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളും അനേകായിരം വ്യക്തികളും അതിൽപ്പെടുന്നു. ദൈവം സ്വർഗത്തിൽ വിഭാവനം ചെയ്ത കരുണയുടെ ഒരു മികച്ച മാതൃകാ ശുശ്രൂഷയുടെ വഴികളിൽ യഥാസമയം അവിടുന്ന് തന്നെ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം അനേകായിരങ്ങൾ ജോണി എന്ന ഈ ശുശ്രൂഷകനെയും ജ്യോതി നിവാസിനെയും മാതൃകകളായി സ്വീകരിച്ച് തങ്ങളുടെ ശുശ്രൂഷാ മേഖലകൾ സംവിധാനം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള അനേകർ മറ്റ് പല പ്രസ്ഥാനങ്ങളും ആരംഭിക്കുവാൻ വരെ കാരണമായിട്ടുണ്ട്. 90 കാലഘട്ടത്തിൽ കേരളത്തിൽ വിരലിലെണ്ണാവുന്ന സ്ഥാപനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇവ ആരംഭിച്ച് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നിന്നും ബൈലോസ് മേടിച്ചുകൊണ്ട് പോയിട്ട് ആരംഭിച്ച വിവിധ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. ഉദ്ദേശലക്ഷ്യങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി അതിൻ്റെ നിയമപരമായ രീതി ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കൺസൾട്ടൻസി തന്നെ രൂപപ്പെടുത്തുവാൻ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സാധിച്ചു എന്നത് അഭിമാനകരമാണ്. വരും കാലങ്ങളിൽ ദൈവത്തിന് തങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരുവാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഈ ശുശ്രൂഷകർ. അനാഥരാക്കപ്പെടുന്നവരെയും നിരാലംബരെയും കുറിച്ചുള്ള ഇവരുടെ വ്യഥ അവസാനിക്കുന്നില്ല. ദൈവാത്മാവിന്റെ പ്രേരണയനുസരിച്ച് അടുത്ത നാളുകളിൽ തനിച്ചാകുന്ന വൃദ്ധദമ്പതികൾക്കായി ഒരു ഭവന സമുച്ചയം ഒരുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. അടുത്ത പരിപാടിയായി ശ്രീ ജോണിയും ഞാനും പ്ലാൻ ചെയ്യുന്നത് റിട്ടയർ ചെയ്ത ആരോഗ്യമുള്ളവരും അല്ലാത്തവരുമായ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യർക്ക് വേണ്ടി, ഭാര്യാഭർത്താക്കന്മാർക്ക് വേണ്ടി അല്ലെ ഏകസ്ഥർക്ക് വേണ്ടി ഒരു സെൻറ്റർ ആരംഭിക്കുക എന്നുള്ളതാണ്. കൽപ്പറ്റയിൽ എൻ്റെ സ്ഥലം ഞങ്ങൾ അതിനു വേണ്ടി ഡിവോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മക്കൾ വിദേശത്തായിട്ടുള്ളവരോ അല്ലെങ്കിൽ സ്വദേശത്ത് തന്നെയുള്ളവരോ റിട്ടയർ ചെയ്തിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത മനുഷ്യർ ഒരു ഷെയർ ആൻഡ് കെയർ ഫിലോസഫിയിൽ നമുക്കുള്ളതെല്ലാം പങ്കുവെച്ചും കൊണ്ട് ഒരുമിച്ച് താമസിക്കുന്ന ഒരു സെൻറ്റർ ആരംഭിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കുറച്ച് പേരെ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ സർവശക്തിയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ജ്യോതി നിവാസ് ദൈവം തന്നെയാകുന്ന ദീപസ്തംഭം ജ്വലിച്ചു നിന്ന് അനേകരെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരിടം. ഇവിടെ അളവുകളില്ലാത്ത ദൈവകരുണ നിലയ്ക്കാത്ത ഉറവയായി മാറി ഈ സമൂഹത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭൗതികമായ കണ്ണുകളിലൂടെ നോക്കിയാൽ ഇവിടെ പരിമിതികളേറെയുണ്ട്. എന്നാൽ ഈ ദീപത്തിൽ നിന്ന് എണ്ണമറ്റ വിളക്കുകളിലേക്ക് പ്രകാശം പകരപ്പെടുമ്പോൾ അത് കരുണയുടെ വെളിച്ചം ലോകമെങ്ങും നിറയ്ക്കും.